കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? നമ്മുടെ വീട്ടുകാർ അവനെ ഉപദ്രവിച്ചു, നമ്മുടെ വീട്ടുകാർ ഈ മനുഷ്യനെ, എന്റെ ഭർത്താവിനെ ദ്രോഹിച്ചു. ഞങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതൊക്കെ 7 വർഷം ഞങ്ങളോട് സന്തോഷമായിട്ട് ജീവിച്ചെന്ന് പറയാം. എന്തിനാണ് ഇനി ഇതിന്റെ ഇടയിൽ കമന്റ് വരട്ടെ? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട, അതിന്റെ പേര് എന്നെ തൂക്കിക്കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ എന്നേ കോടതി, കൊല്ലട്ടെ കോടതി. രേണു സുധിയെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി. കാര്യം ഇവർക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് ഞാൻ അതെടുത്ത് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. കാര്യം ആ ഒരു കാശ് നമുക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ തീരുമാനിച്ച ഒരു കാര്യമാണ്. എന്നിട്ട് രേണുവിനെ ചുറ്റിപ്പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി വരുന്ന സമയത്ത് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. കാര്യം അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അവർ പണ്ട് ചെയ്ത പ്രവർത്തികളിനകത്തോട്ട് എനിക്ക് യോജിപ്പില്ലാത്ത സമയത്ത് ഞാൻ വന്ന് ശക്തമായിട്ട് ഞാൻ അത് വിമർശിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് ആങ്കർ രേണുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, കിച്ചുവിൽ നിന്ന് രേണു ഗർഭം ധരിച്ചിട്ടുണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ നാണോ മാനോ എന്ന് പറയുന്ന സാധനം ഉണ്ടോ ഇവിടെ? എനിക്കറിയാമായിട്ട് ചോദിക്കുക. അതേപോലെ തന്നെ രേണു ഇത് കേട്ടോണ്ട് രേണുവിന് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? രേണു പലവട്ടവും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകനാണ്, അതാണ്, മാടയാണ്, കോടയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് രേണുവിൻ്റെ മുഖത്ത് നോക്കി ഒരു സ്ത്രീ ചോദിക്കുവാണ് കിച്ചുവിൽ നിന്ന് ഗർഭം ധരിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. ഇവർക്കത് എങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റി? ആ ഒരു ചോദ്യം ഒരു പക്ഷേ പല ആൾക്കാരും വീഡിയോയിലൂടെയും അല്ലെങ്കിൽ ഏതെങ്കിലും കമൻറ്റിലൂടെ ഒക്കെ മേ ബി ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അവരുടെ മുഖത്ത് നോക്കി ഇത് ചോദിക്കുമ്പം അവർക്ക് എങ്ങനെ ഇത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റുന്നത്? അന്നത്തെ ആ വീഡിയോയിൽ ത്രൂ ഔട്ട് കിച്ചുവിനെ കുറ്റം പറയുന്നു. എനിക്കിവിടെ രേണുവിൻ്റെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനാണ് നിങ്ങൾ പോയി ആ പയ്യനെ വെറുതെ വലിച്ചിട്ട് കുറ്റം പറയുന്നത്? അവൻ എങ്ങനെയോ ജീവിച്ചു പോട്ടെ. പക്ഷേ എന്തിനാണ് നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത്? അത് മാത്രമല്ല, ഇപ്പോൾ ഈ കീമോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് മാക്സിമം നമ്മൾ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഒന്നും ഇല്ലാതിരിക്കുക, അതായത് ക്ലോസ് കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെയാണ് ഇരിക്കേണ്ടത്. ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവരെ വിളിച്ച് ഇൻ്റർവ്യൂ കൊടുക്കുക, ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുക, കോൺട്രവേഴ്സി ഉണ്ടാക്കുക, ഇതിനകത്ത് നിന്നൊക്കെ ഉദ്ദേശിക്കുന്നത്? ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അസുഖം കാരണം സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്തായാലും ആ ഇൻ്റർവ്യൂ ഒന്ന് കാണാം. നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള എന്തിനാ മോളെ തുറന്ന് സംസാരിക്കും? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ, എല്ലാ കാര്യങ്ങളും അറിയാവുന്നില്ല. അപ്പൊ ഈ സ്ത്രീ അന്ന് ആ വീട്ടിൽ വന്ന് കയറിയോണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇവർക്ക് ഇത്ര അറിയത്തില്ലായിരുന്നു. കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? നിങ്ങൾക്കിത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? വേറെ വല്ലവരുമാണോ വല്ല ചെവുക്കുറ്റി അടിച്ച് പൊട്ടിച്ചാൽ നമ്മളുടെ കാര്യം പറയാമല്ലോ. ഒരു മകൻ്റെ പ്രായമുള്ള ഒരു പയ്യനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. അതായത് രേണുവിൻ്റെ ഭർത്താവിൻ്റെ മകനാണ്, അതായത് ആദ്യ കല്യാണത്തിലുണ്ടായ മകനാണ് കിച്ചു. അതായത് ഇവർ സ്വന്തം മകനെ പോലെ കൊണ്ടുവരുന്ന വ്യക്തി. അവനിൽ നിന്ന് ഇവർ ഗർഭം ധരിച്ചു എന്നുള്ള രീതിയിൽ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ഇവർക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കും? അല്ലെങ്കിൽ തന്നെ വേറൊരു കാര്യം ഇതിനകത്തുണ്ട്. കിച്ചുവിന് വേണമെങ്കിൽ ഇവരുടെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കാം. ഈ ഒരു ചാനലിൻ്റെ പേരിൽ, അതായത് ഈ ഒരു ചാനലിൻ്റെ പേരിലും ആങ്കറിൻ്റെ പേരിലും രേണുവിൻ്റെ പേരിലും കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പറ്റും. കാര്യം അവനെ മാക്സിമം അപമാനിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി. അവൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുക. അവന് നല്ലൊരു കല്യാണ ബന്ധം പോലും കിട്ടാത്തൊരു രീതിയിലോട്ട് പോകും ഈ ഒരു സാധനമൊക്കെ പബ്ലിക്കിൽ ചർച്ചയായിട്ട് വന്നു കഴിഞ്ഞാൽ. ഞാനേ ഈ കുഞ്ഞിനെ, ഈ 11 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ എങ്ങനെയാ നോക്കിയെന്ന് ഈ മനുഷ്യനറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം, അയൽപക്കംകാർക്കറിയാം, എൻ്റെ ബന്ധുമിത്രാദികൾക്കറിയാം. എൻ്റെ ബന്ധുക്കൾ വീട്ടിൽ വന്ന, എൻ്റെ ഏതെങ്കിലും ബന്ധുക്കൾ വീട്ടിൽ വന്ന എൻ്റെ എന്തെങ്കിലും ഫുഡ് ഐറ്റം വല്ലതും കൊണ്ടുവന്ന എൻ്റെ അമ്മ പറയും, ദേ അവൻ്റെ കൊടുക്കുക, അവനൊരു ഇത് വരരുത്, വിഷമം വരരുത്. അങ്ങനെയാണ് ഞങ്ങൾ അവനെ, ഞങ്ങളുടെ ബന്ധുക്കളുടെ മുന്നിൽ പോലും അവനെ ഞങ്ങൾ കൊണ്ടു നടന്നത്. അറിയോ? അതൊക്കെ മറന്നാണ് ഇപ്പൊ പെരുമാറുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ ഇത് പിന്നെയും വന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് വന്നിരുന്ന് വിളിച്ച് പറയുന്നേ? അവൻ്റെ സൈഡ് നോക്കുമ്പോൾ അവൻ്റെ ഭാഗത്ത് ശരികൾ കാണും, നിങ്ങളുടെ സൈഡ് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തും ശരികൾ കാണുമായിരിക്കാം. പക്ഷേ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, നിങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. അവൻ എങ്ങനെയോ ജീവിക്കട്ടെ, അങ്ങോട്ടും ഓൾറെഡി പറഞ്ഞു നിർത്തി. പിന്നെയും ഇത് വന്നിരുന്ന് ഒരു കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നുണ്ടോയെന്ന് എനിക്ക് രേണുവിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്. ഞാൻ രേണുവിന് അസുഖമായി എന്ന് അറിഞ്ഞ സമയം തൊട്ട് ഞാൻ രേണുവിനെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല. കാര്യം സംസാരിക്കേണ്ട ആവശ്യമില്ല, അവരെങ്ങനെയെങ്കിലും റിക്കവറായി വരട്ടെ എന്നുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് എങ്ങനെ ഇവർക്ക് സാധിക്കുന്നത്? പിന്നെയും വന്നിങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ ഇവരെ വെച്ചിട്ട് ഞാൻ ഇനി വീഡിയോ ചെയ്യില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, അവൻ എന്തോ പ്രായമുണ്ട്, അവനൊരു പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നാളെ ഒരു കാലത്ത് അവൻ്റെ കൂട്ടുകാരുടെ വീട്ടിലും പറയും ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാ.
എന്നുള്ളൊരു പേര് വരെ ആ ചെറുക്കന് വരും. ഈ രീതിയിലൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നൊരു ചർച്ചയായി കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, അവനെ നല്ലോണം ഇത് അഫക്റ്റ് ചെയ്യും. എനിക്കൊന്നും വേണ്ട. കിച്ചു രാഹുൽ സന്തോഷമായിട്ട് ബിസിനസ്സും ചെയ്ത് ബിഗ് ബോസിലും കയറുവാണെങ്കിൽ കയറട്ടെ, എന്തും ആയിക്കോട്ടെ, പൈസ ഉണ്ടെങ്കിൽ ജീവിക്കട്ടെ. എനിക്ക് 1 രൂപ തന്നിട്ടില്ല, എനിക്ക് വേണ്ട. ക്യാൻസർ ആയിട്ട് കിടക്കുമല്ലേ, ഒരു വിഷമമുള്ളവരുടെ വിഷമം തീർക്കാനാണോ വന്നത്? ഇവിടെ വന്നെന്ന് ഞാൻ അറിഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ഐസിയു കിടക്കുക, ഇവിടെ വന്നെന്ന് അറിഞ്ഞത്. പരിസരം നിരീക്ഷിക്കാനോ, ഞാൻ ഇനി എഴുന്നേക്കത്തില്ലെന്ന് അറിയാനോ, അതാണോ വന്നത്? എന്നിട്ട് ഒരു വീഡിയോ ഇറക്കിയല്ലോ അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ, ആ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസയും കൊടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് പൈസ. ഞാൻ കിച്ചു എന്ന് പറയണത് എൻ്റെ സ്വന്തം മകനാണ്, ഞാനാണ് അവനെ വളർത്തിയത്. അപ്പം മക്കൾക്കൊക്കെ സഹായിച്ചിട്ട് പബ്ലിക്കലി വിളിച്ചു പറയുന്നത് ശരിയുള്ളൊരു കാര്യമാണോ? ഇനി രണ്ടാമതൊരു കാര്യം, അവൻ്റെ സൈഡ് ഓഫ് ഇമോഷൻസ് അവന് കാണിക്കണ്ടേ? കാര്യം നിങ്ങൾ ആ ഒരു സമയത്ത്, അതായത് ഇപ്പോൾ ഈ ഒരു അസുഖമൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നതിന് മുന്നേ സബ്സ്ക്രിപ്ഷനിൽ കിടന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് രേണു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവനത് വിഷമം ഉണ്ടാവത്തില്ലേ? അവനത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് അമ്മയെ പോയി കാണാത്തതെന്നുള്ളൊരു ചോദ്യം കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഇമോഷൻസ് ആണോ വന്ന് പറഞ്ഞത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ പറയാൻ പറ്റുന്നത് എന്നൊക്കെ അവൻ പബ്ലിക്കിൽ വന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കത് ഒരിക്കലും ഒരു തെറ്റായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല, അത് കാണുന്ന ജനങ്ങൾക്കും തോന്നിയിട്ടില്ല. രണ്ടാമതൊരു കാര്യം, അവൻ ഇതുപോലെ എന്തെല്ലാം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നേരിട്ടിട്ടുണ്ട്, അതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എനിക്കറിയാൻ വയ്യ ഇതിനകത്ത്. ഇത് അനാവശ്യമായിട്ട് രേണു ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക, ഒരാവശ്യവുമില്ല. എങ്ങനെയെങ്കിലും ദൈവത്തെ വിളിച്ച് ഈ ഒരു അസുഖം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മാക്സിമം ഇപ്പം നിങ്ങൾ ശ്രമിക്കേണ്ടത്, അല്ലാതെ ഈ ഒരു സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സി അല്ല നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. കിച്ചുവിന് വരാൻ താല്പര്യമില്ലെങ്കിൽ വിട്ടേരെ, അവൻ്റെ വഴിക്ക് പോട്ടെ. അവന് ഒരാളെ ഇപ്പം നിർബന്ധിച്ച് നമുക്ക് പിടിച്ചുകൊണ്ട് നിർത്താൻ പറ്റൂ? അയാൾക്ക് തോന്നണ്ടേ? കൊടുത്തിട്ടുണ്ടല്ലോ, അതും മേടിച്ചിട്ടല്ലേ എന്നെ കുറ്റം പറയുന്നത്, അല്ലേ? അതും മേടിച്ചിട്ടാണ് എന്നെ കുറ്റം പറയുന്നത്. അപ്പം ആരുടെ ഭാഗത്താണ് ന്യായം? എനിക്ക് അഹങ്കാരം വന്ന് പറയുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്, ആരുടെ ഭാഗത്താണ് ന്യായം? പൊന്നുപോലെ നോക്കിയതാ ഞാൻ, പൊന്നുപോലെ. എന്തെങ്കിലും ഒരു വളർത്തമ്മ ഒരു നെഗറ്റീവ് ഒന്ന് അടിക്കുവാണെങ്കിൽ പോകത്തില്ലേ, ഇറങ്ങി പോകത്തില്ലായിരുന്നോ? എൻ്റെ കൊല്ലത്തെ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ നോക്കുമെന്ന് പറഞ്ഞ് പോയിട്ടില്ലല്ലോ. എൻ്റെ കൂടെ തന്നെയല്ലേ 7 വർഷം ഒരുമിച്ച് ജീവിച്ചത്, അമ്മ തന്നെയല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ 21 വയസ്സായപ്പോഴത്തേനും നമ്മൾ നെഗറ്റീവ് അടിച്ച് നമുക്കിട്ട് നമ്മുടെ വീട്ടുകാരാൾക്ക് നമ്മുടെ വീട്ടുകാർക്ക് വൃത്തിയില്ല. നിങ്ങളിൽ നിന്ന് അത്രയും ബുദ്ധിമുട്ട് അവൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ രേണു സഹായിച്ചതിനെ പറ്റിയിട്ട് അതെനിക്കറിയാവുന്നത് കേട്ടോ. രേണു അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൻ വിളിച്ച് ചോദിക്കുമ്പോൾ അത്രയും രേണു ഗൂഗിൾ പേ വഴി പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് പണ്ട് തൊട്ടേ അറിയാവുന്നൊരു കാര്യമാണ്. രേണുവിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ ആൾക്കാർ തന്നെ അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ കിച്ചു വിളിക്കുന്നു, രേണു പൈസ അയച്ചു കൊടുക്കുന്നു, അതെല്ലാം ഉള്ള കാര്യം തന്നെയാണ്. അതൊരിക്കലും കള്ളമായിട്ടൊന്നും ഞാൻ എവിടെയും പറയുന്നതൊന്നുമില്ല. പക്ഷേ ഇപ്പം ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണോ? അതാണ് ഇവിടെ എൻ്റെ ഒരു ചോദ്യം. രണ്ടാമതൊരു കാര്യം, അവൻ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ട്. അവൻ്റെ ആ ഒരു ലൈഫ് സ്റ്റോറി ഇട്ട വീഡിയോയിൽ എന്തെല്ലാം പറയുന്നുണ്ട്. ഈവൻ സുധി മരിച്ച ദിവസം നല്ല 5 സ്റ്റാർ ഹോട്ടലിലെങ്ങാണ്ട് കയറി ആഹാരം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ അവൻ്റെ ലൈഫിൽ നടന്ന ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ സംസാരിക്കുന്നുണ്ട്. അവൻ വിഷമിച്ച് ഒറ്റയ്ക്ക് റൂമിൽ കത്തിരുന്ന് കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും ആരെയും കണ്ടിട്ടില്ല. അമ്മയ്ക്ക് എന്നെ ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, പിന്നെ അമ്മയ്ക്ക് ഒരു താല്പര്യമില്ല എന്നുള്ള രീതിയിലോട്ട് പോയി. എന്തിന് സുധിയുടെ കൂടെ പരിപാടിക്ക് പോകുന്നത് പോലും നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് അവൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, രേണു നൈസായിട്ട് അവനിട്ട് വന്നങ്ങ് താങ്ങുവാണ്. അവൻ ഇങ്ങനെ രക്ഷപ്പെടുന്നത് രേണുവിന് ഇഷ്ടമല്ല എന്നുള്ളൊരു സാഹചര്യത്തിലോട്ടെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം കാണുന്നവർക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തുള്ളൂ. അവൻ്റെ വളർച്ചയിൽ രേണുവിന് അസൂയപ്പെടുന്നു എന്നുള്ള രീതിയിലേ വരത്തുള്ളൂ. അവന് വേണമെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. നിങ്ങൾ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തി നിന്ന സമയത്ത് അവന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാം. അവനത് ചെയ്തിട്ടുണ്ടോ? അവൻ ചെയ്തിട്ടില്ല. ഞാൻ അവനെ നേരിട്ട് കണ്ട സമയത്തും അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടാ ഞാനിനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോയും ചെയ്യത്തില്ല, എനിക്കതിന് താല്പര്യമില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ വന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. അതല്ലേ ശരിക്കും പറഞ്ഞ ഒരു മര്യാദ. അതുകൊണ്ട് രേണു കഴിവതും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസൊക്കെ ഒഴിവാക്കി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് പോവുക. എന്തിനാണ് നിങ്ങൾ വീണ്ടും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ നെഗറ്റിവിറ്റി വാങ്ങിച്ചു കൂട്ടുന്നത്? നല്ല രീതിയിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നൊരു സമയമാണ് നിങ്ങളെ. അവരെയും കൂടെ നിങ്ങൾ വെറുപ്പിക്കരുത്. നമ്മുടെ വീട്ടുകാർ അവനെ ഉപദ്രവിച്ചു, നമ്മുടെ വീട്ടുകാർ ഈ മനുഷ്യനെ, എൻ്റെ ഭർത്താവിനെ ദ്രോഹിച്ചു. ഞങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇദ്ദേഹം 7 വർഷം ഞങ്ങളോട് സന്തോഷമായിട്ട് ജീവിച്ചെന്ന് പറയാം. പിന്നെ ഞാൻ കേട്ടു, ഞാൻ കാരണം എന്തോ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല 7 വർഷമായിട്ട്. അങ്ങനെയാണെങ്കിൽ തലേന്ന് മരണസമയത്ത് മരിക്കാൻ പോയ മനുഷ്യനെതിരെ ഓടി എന്നെ കാണാനോ എൻ്റെ വാവട്ടെ എന്ന് പറഞ്ഞ് ഓടി വരുന്നത്. അവിടെ ഞാൻ സ്വസ്ഥത കൊടുക്കത്തില്ലെങ്കിൽ അയാൾ ഷൂട്ടിന് പോയാൽ അവിടെ നിൽക്കാമല്ലോ. എത്രയോ ദിവസം ഹോട്ടൽ റൂമുകളിൽ നിൽക്കാം, ഒരു ദിവസം പുള്ളി നിൽക്കത്തില്ല ഷൂട്ടില്ലെങ്കിൽ. പുള്ളി ഓടി വരും എന്നെ കാണാൻ, അല്ലെ എൻ്റെ മക്കളെ കാണാൻ. ഞാൻ സമാധാനം കൊടുക്കാത്തൊരു ഭർത്താവാണെങ്കിൽ
പണ്ടേ ഇയാൾ എന്നെ ഉപേക്ഷിച്ച് പോകത്തില്ലായിരുന്നു. ഞാൻ അറിഞ്ഞതാ, ഞാൻ കാരണം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. സമാധാനം കൊടുക്കാത്ത ഭർത്താവല്ല ഭാര്യയാണെങ്കിൽ തെറ്റിപ്പോയായിരിക്കും. സുധിയുടെ ഫാമിലിയെ വലിച്ചിടുന്നുണ്ട്, മരിച്ചുപോയ സുധിയെ വലിച്ചിടുന്നുണ്ട്, പഴയ രീതിയിലുള്ള അഹങ്കാരമായിട്ടുള്ള സ്വഭാവത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ താഴെ കുറേ കമൻസ് ഉണ്ട് കേട്ടോ, രേണുവിന് ക്യാൻസർ തന്നെ വ്യാജമാണെന്നൊക്കെയുള്ള രീതിയിൽ നിന്ന്. കാര്യം രേണു ആ രീതിയിലാണ് ആക്റ്റീവായിട്ട് ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. 3-4 കീമോ കഴിഞ്ഞ് എന്നിട്ടാണ് രേണു ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ട, രേണുവിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പം വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, സുഖമില്ലാത്ത സിറ്റുവേഷൻസ് എടുത്ത് വീഡിയോ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷേ ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്തതിനകത്ത് എനിക്ക് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല. ഇവരായിട്ട് തന്നെ ഇതൊക്കെ വിളിച്ചു വരുത്തുക. ഇതിൻ്റെ വല്ല കാര്യമുണ്ടോയെന്ന് പറ. ഇത് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്, അവനെങ്ങനെങ്കിലും ജീവിക്കട്ടെ. അവനെ വെറുതെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞ് അവനെയും അവൻ്റെ ഫാമിലിയൊക്കെ ബുദ്ധിമുട്ടിക്കാരി. അവരുടെ ഫാമിലി ഒന്നും ഇന്നേ വരെ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് അടിച്ചു പോകുന്ന എവിടെയും പറയണ്ടില്ല. അവർ പറയാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാകാൻ പോകുന്നത്. എൻ്റെ വളർത്തുമകനാണ് രാഹുൽ ദാസ് എന്ന കിച്ചു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു 5 മാസം മുന്നേ വരെ ആ ഒരു ബന്ധം നല്ല ദൃഢമായിട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധം. എന്തുവാകട്ടെ, ചിലപ്പം അതിനകത്ത് അസ്വാരസ്യങ്ങൾ കാണുമായിരിക്കും. ഇതെല്ലാം മറന്നുകൊണ്ടും എല്ലാം ക്ഷമിച്ചുകൊണ്ടും തന്നെയാണ് ഞാൻ പോകുന്നത്. അന്നും ഈ 5 മാസം മുന്നേ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വളർത്തുമകൻ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് പല കറുത്ത കൈകളും ചേർന്നു. അങ്ങനെ തന്നെ പറയും, ഈ വ്ളോഗർ, ഈ സ്ത്രീ അവരുടെ വീട്ടിൽ പോയി, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോവുകയും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഈ വളർത്തുമകനും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു സ്ത്രീ എന്നെ ഈ അപമാനിക്കുന്നതും എന്നെ ഈ ദ്രോഹിക്കുന്നതും. ഇതെല്ലാം എൻ്റെ വളർത്തുമകനും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യം. ഇന്ന് വരെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഒരു നെഗറ്റീവും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കിന്ന് പറയണം. ഇനി ഇതിൻ്റെ പേരിൽ ഇനി വിവാദം ഉണ്ടായാലും, ഇതിൻ്റെ അടിയിൽ വന്ന് നെഗറ്റീവ് കമൻസ് കൊണ്ട് എന്നെ മൂടിയാലും, എന്നെ ശപിച്ചാലും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകൾ എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ താഴെ വീഴത്തില്ല. ഈ ഷഫീന ബീവി അവരുടെ വീട്ടിൽ പോയതിനെ പറ്റിയിട്ടായിരിക്കും വന്ന് സംസാരിക്കുന്നത്. ഈ ഷഫീന ബീവി അവിടെ പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഷഫീന ബീവിയായിട്ട് ആ ഒരു ഇറക്കുന്ന യാതൊരു കോൺടാക്റ്റും ഇല്ലായിരുന്നു. അവൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടല്ലായിരുന്നു ഷഫീന ബീവി അവിടെ പോയത്. അതൊന്ന് ആലോചിച്ച് നോക്ക്. ഷഫീന ബീവി പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തോട്ടും ഇവിടെ ഒരു മനുഷ്യർക്കും യോജിപ്പില്ല, എനിക്കും യോജിപ്പില്ല, പല കാര്യങ്ങളും യോജിപ്പില്ല. എന്തിന് ഈ രേണുവിൻ്റെ വിഷയത്തിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഓവറായിട്ട് എടുത്തു വെച്ചിട്ട് എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്? അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, നിങ്ങളുടെ കാര്യം നോക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലെന്ന് അവരൊരിക്കലും പറയത്തില്ല. പക്ഷേ കിച്ചു അന്ന് വീഡിയോ ചെയ്തതിൽ ഷഫീന ബീവിക്ക് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. അതിനുശേഷമാണ് അവരുടെ വീട്ടിൽ പോകുന്നതും അത് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ രേണുവിന് ഇപ്പം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി അത്ര വെടുപ്പല്ല, കിച്ചുവിൻ്റെ ഫാമിലി അത്ര വെടുപ്പല്ല. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് ഇപ്പം കിച്ചുവിന് കിട്ടുന്ന സപ്പോർട്ട് കണ്ടിട്ട് മേ ബി ഒരുപക്ഷെ സഹിക്കുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ എന്തുകൊണ്ട് അന്നേ സംസാരിക്കാൻ, എന്തുകൊണ്ട് ഇപ്പം വരുന്നത്? ഇത്രയും ഒരു ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്തിനാണ് നിങ്ങളിപ്പോൾ സംസാരിക്കാൻ വരുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചൂടെ? അതേപോലെ ഈ ഇൻ്റർവ്യൂ എടുക്കാൻ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ, നിങ്ങൾക്കൊരു നാണം വേണ്ടേ? എനിക്ക് പറയണം, ഈ സ്ത്രീ അന്ന് ഈ വീട്ടിൽ വന്നപ്പം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പം, ഇവരെന്തുകൊണ്ട് അവരെ സൽക്കരിച്ച് അതിനകത്ത് കയറ്റി? എന്നിട്ട് വലിയ വായിൽ പോസ്റ്റ് ഇട്ടല്ലോ, കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ എന്ന്. കുരു പൊട്ടാനാ? എനിക്കെന്ത് കുരു പൊട്ടാനാ? 11 വയസ്സിൽ തള്ള പോലും, സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു, പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ സ്നേഹിച്ച് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല 11 വയസ്സുള്ള കുട്ടീനെ. ഇതൊക്കെ ഒരു കണക്ക് കുറച്ചിലാണ്, നിങ്ങളുടെ കടമയാണത്, മനസ്സിലായ? അപ്പോൾ ഈ സ്വന്തം ഭർത്താവിനെ നോക്കിയതും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കിയതും ആ കൊച്ചിനെ നോക്കിയതും അതൊന്നും ഒരു കണക്കായിട്ടല്ല വന്ന് പറയേണ്ടത്, നിങ്ങളുടെ കടമയാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്തായാലും ചെയ്ത് കൊടുത്തതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് അവൻ തിരിച്ച് കാണിച്ചിട്ടുമുണ്ട്. അവൻ വന്ന് അവൻ്റെ ലൈഫ് സ്റ്റോറിക്കകത്ത് അവൻ്റെ സൈഡ് പറയുകയും ചെയ്ത്. അവൻ അതിനകത്ത് കുറേ കാര്യങ്ങൾ വിഴുങ്ങിയതാണ്, അവനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം രീതിയിൽ ഇത് അഫക്റ്റ് ചെയ്തതെന്നറിയോ? അതും പോരാത്തതിന് ഇവർ തന്നെ വന്ന് ഇവർ പറയുന്നുണ്ടല്ലോ വളർത്തുമകനാണെന്ന്. ഇവർ തന്നെയാണ് അവനെ അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ഇട്ടത്. അവന് വേറെ പല പോലീസ് കേസുകൾ കൊണ്ടുവന്നൊക്കെ പല ആൾക്കാർ പറയുന്ന വീഡിയോസ് എടുത്ത് വെച്ച് ഷെയർ ചെയ്തതും അങ്ങനെയൊക്കെ ചെയ്ത വ്യക്തിയാണത്. ഇപ്പം വന്നതാ ഇങ്ങനെ പറയുന്നത്. അപ്പൊ 11 വയസ്സ് തൊട്ട് ഈ 17, ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്ന് ക്ഷമിച്ച് ഞാൻ മുന്നോട്ട് പോയതാണ്. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇത്രയൊക്കെ അറിയാം. എന്നെ പലപ്പോഴും ദ്രോഹിച്ച് ഈ സ്ത്രീയെ വീട്ടിൽ കയറ്റി ഇരുത്തണമെങ്കിൽ ഇവരെന്തുകൊണ്ട് എന്നെ അപ്പം എന്താണ് ഇവർ മനസ്സിലാക്കി? ഇവരൊന്ന് ചിന്തിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണം. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണമായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടുകാർ ചിന്തിക്കണമായിരുന്നു. എന്ത് ചിന്തിക്കണമായിരുന്നു?
സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ മരുമകൾ. ആ മരുമകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പല ആൾക്കാരും ഇങ്ങനെ വരും. അവരെ ഒന്നും വീട്ടിൽ കയറ്റരുത് എന്ന് ചിന്തിക്കണമായിരുന്നു. അവർക്കൊക്കെ അതല്ലേ പണി. രേണു കാണിക്കുന്ന പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കലും രേണുവിൻ്റെ കുറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കലും അല്ലേ അവരുടെ പണി. നിങ്ങൾക്ക് ഒരു ലേശം അന്തസ്സം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ അമ്മയെ ചേർത്ത് പിടിച്ച് നിങ്ങൾ ഒരു വീഡിയോ എങ്കിലും ഇട്ടിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ അവരെ എന്താ പറയണ്ട, അവരുടെ വീട്ടിൽ പോവുകയാവട്ടെ, എന്തിന് നിങ്ങൾ ഈ ഇവിടെ അടുത്ത് കുണ്ട്രയിൽ, കൊല്ലം കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഇനോഗ്രേഷന് വന്ന സമയത്ത് നിങ്ങൾ ആ വീട്ടിലോട്ട് പോലും ഒന്നും പോയിട്ടില്ല. നിങ്ങൾ ആ വീട്ടിലോട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ? കുണ്ട്രയും ഈ പറയുന്ന പോളയത്തോടൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. അതിന് ഇവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം ഉണ്ടെന്നായിരുന്നു എന്ന് പറഞ്ഞത്. നമ്മളും കൊല്ലത്താണ് താമസിക്കുന്നത്, നമുക്കറിയാം എന്തോ ദൂരം ഉണ്ടെന്ന്. രേണുവിൻ്റെ ഒരു പഴയ ഒരു സിറ്റുവേഷനിലങ്ങനെ സാഹചര്യം വെച്ചിട്ട് ആയിരുന്നു ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു രീതിയിലൊന്നും ആയിരിക്കത്തില്ലായിരുന്നു വേറെ പലരും സംസാരിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ. എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സുധിയുടെ ഭാര്യയാണ് അവൾ. ഒന്നും വേണ്ട, അവൻ്റെ കുഞ്ഞിൻ്റെ ഒരു അമ്മയും കൂടാണ്. ആ രാഹുൽദാസ് മാത്രമല്ല സുധിക്ക് മകൻ, മൃദുൽദാസും ഉണ്ട്. ചിന്തിക്കണമായിരുന്നു. ഒന്നും ആട്ടെ, അവർ കയറി വന്നെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞു വിടണമായിരുന്നു അവരെ. നിങ്ങൾ എൻ്റെ മരുമകളെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നതാണ്, അല്ലെങ്കിൽ ഈ രേണുവിനെ പറ്റി നിങ്ങൾ എന്തിനാ വെറുതെ കുടുംബം കലക്കുന്നത്? ആ അമ്മയും മകനും ഇപ്പം മര്യാദയ്ക്ക് പോവല്ലേ ആ ബന്ധം? അന്ന് തൊട്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. ഞാൻ എന്തായാലും എൻ്റെ ഇളയ മകനോട് ഞാൻ പറയുന്നില്ല നീ അവരെ വേണ്ട ഇവിടെ വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ്റെ ഇഷ്ടം, അവൻ്റെ അപ്പൻ്റെ വീട്ടുകാരെ അവന് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഞാൻ തന്നെയല്ലേ ആ കുഞ്ഞിനെ നോക്കുന്നത്. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചെങ്കിൽ ഞാൻ നല്ല കുറെ പാവം കമന്റ്സ് വരും. അയ്യോ അവള് പാവം കൊണ്ടിട്ട് എനിക്ക് അരി മേടിക്കാൻ പറ്റൂ? ഞാൻ ഋതപ്പനെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, ഋതപ്പന് ഒരു ചേട്ടനേ ഉള്ളൂ, എൻ്റെ ചേച്ചിയുടെ കൊച്ചാണെന്നൊക്കെ കിടന്ന് എന്തെല്ലാം ഡയലോഗുകളാണ് നിങ്ങൾ ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇപ്പം പറയുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഋതപ്പനോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഋതപ്പനെ എടുത്തിട്ട് ഇടയ്ക്ക് വെച്ചിട്ടങ്ങാണ്ട് കിച്ചു ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ആ വീഡിയോയിൽ ആ പയ്യൻ ഭയങ്കരമായിട്ട് വരണ്ടിരിക്കുമായിരുന്നു, പേടിച്ചിരിക്കുമായിരുന്നു. കാര്യം ആ കൊച്ചിനെ പോലും ഇവർ വിരട്ടിയിട്ടുണ്ട്. ആ വീഡിയോയിൽ നിന്ന് വളരെ ക്ലിയർ ആണത്. ഇപ്പോൾ പറയുന്ന ഡയലോഗ് കണ്ടില്ലേ? എന്നിട്ട് അത് മാത്രമല്ല, നിങ്ങൾ ആ വീട്ടുകാരെ തിരിഞ്ഞു നോക്കിയോ, ആ പ്രായം ചെന്ന അമ്മയെ പോയി നോക്കിയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെന്തിനു നോക്കണം? അങ്ങനെയൊക്കെ നമ്മൾ വാശി കാണിക്കേണ്ട ആവശ്യം എന്താ? ഈ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ വന്നതോടെ കിട്ടിക്കൊണ്ടിരുന്ന സപ്പോർട്ട് നഷ്ടമായിക്കൊണ്ടിരിക്കും. എനിക്ക് എത്രേ പറയാനുള്ളൂ. ആൾക്കാരൊക്കെ പോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ട് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് വന്നതാണ്. അത് നിങ്ങളായിട്ട് തന്നെ അവരെ വെറുപ്പിക്കുകയാണ് രേണു. വെറുതെ അനാവശ്യമായിട്ട് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തെന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ റിയൽ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കിച്ചുവിൻ്റെ റീച്ചാണോ അതോ അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നതാണോ? ഒരു കുഴപ്പത്തിനും ഒരു പ്രശ്നത്തിനും വരാത്ത അവരെ എന്തിനിവർ വന്നിരുന്ന് ഇങ്ങനെ ദുഷിപ്പ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് വരെ എൻ്റെ നാക്ക് ഒരു നെഗറ്റീവ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയോ എൻ്റെ വളർത്തു മകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം, ആരുടെ വിഷമം തീർക്കട്ടെ എന്ന്. ആരുടെ വിഷമ രാഹുൽ ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. എന്തിനാണ് ഇനി ഇതിൻ്റെ ഇടയിൽ കമന്റ് വരട്ടെ? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട, അതിന്റെ പേര് എന്നെ തൂക്കിക്കൊല്ലുവാണ്, കൊല്ലട്ടെ എന്നേ കോടതി. തൂക്കിക്കൊല്ലട്ടെ. ഇങ്ങനെ ഒരു ജീവിതത്തിനെക്കാളും നല്ലത് അത് തന്നെയാ. നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള എന്തിനാ മോളെ തുറന്ന് സംസാരിക്കുക? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? കുഞ്ഞു കൊച്ചൊന്നും അല്ലായിരുന്നല്ലോ ഒരു 17-18 വയസ്സിലൊക്കെ. ഞാൻ അനുഭവിച്ചതും അവൻ്റെ അച്ഛനും അമ്മയും ആയിട്ടുള്ള ഞാൻ അനുഭവിക്കുന്നതും കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു. അന്ന് ഒരു പട്ടിണി കിട്ടട്ടില്ല ഇവനെ. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, സുധി ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ ഈ കുഞ്ഞിനെ ഞങ്ങൾ പട്ടിണി കിട്ടട്ടില്ല പിള്ളേരെ. അതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ വന്നിട്ട് കുറെ വ്ളോഗർമാർക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൽ കൂടെ എന്തെങ്കിലും പൈസ കിട്ടുമായിരിക്കും. എന്ത് തോന്നിവാസമെന്ന് പറയുന്നേന്നേ. ഒന്ന് ആലോചിക്ക്, കിച്ചു വ്ളോഗർമാർക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്, എന്നിട്ട് അതിൽ കൂടെ പൈസ കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കിട്ടുമായിരിക്കുമെന്ന്. നീ കിച്ചുവിനെ ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവരുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. ഈ ഒരു ചാനലിൻ്റെ പേരിലും ഇവരുടെ എല്ലാവരുടെയും പേരിലും. കാര്യം പബ്ലിക്കായിട്ട് വന്നിരുന്ന ഒരു പയ്യനെ വന്നിരുന്ന് അങ്ങ് ആക്ഷേപിക്കുകയാണ്. അവൻ ചെയ്ത തെറ്റെന്താ? അവൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതാണോ അവൻ ചെയ്ത തെറ്റ്? എന്നിട്ട് അവൻ്റെ പാസ്റ്റ് തപ്പിയെടുക്കുക. പാസ്റ്റൊക്കെ എല്ലാവരെയും തപ്പിയെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം പ്രശ്നങ്ങൾ കാണും. രേണുവിൻ്റെ പാസ്റ്റ് റെഡിയാണോ?
അല്ലെങ്കിൽ ബാക്കിയുള്ള അവൻ്റെ ഭാഗത്ത് റെഡിയാണ്. അവൻ്റെ ഭാഗത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അവനെ ഞാൻ പൂർണ്ണമായിട്ടൊന്നും എവിടെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവൻ്റെ ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ ഈ അനാവശ്യമായിട്ട് എന്തിനാണ് ഇതൊക്കെ പിന്നെയും പിന്നെയും വന്ന് ചർച്ച ചെയ്യുന്നത്? ഇതിൽ നിന്ന് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എന്ത് സുഖം കിട്ടുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന്? നിങ്ങൾക്കിപ്പം നിങ്ങൾക്കിപ്പം പഴയതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറയാതെ ഒരു സമാധാനം കിട്ടുന്നില്ലേ? നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ആരാ? നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇതൊന്നും കാണുന്നില്ലേ? ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് നാളെ ഋതപ്പൻ വളർന്നു വരുന്ന ആ ഒരു ടൈമിൽ സോഷ്യൽ മീഡിയ കാണുമ്പോ അതിന് ചേച്ചി എന്തെങ്കിലും പേടിക്കുന്നുണ്ടോ? ഒരു പേടിയില്ല ചിത്ര. എനിക്ക് പറയാനുള്ള വാക്കുകൾ എന്നെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കുഞ്ഞ് ഇത്രയും ഉണ്ടെങ്കിലും അവൻ എന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എന്നെക്കാൾ അറിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഞാൻ ഈ എന്റെ മുടിയുടെ വിഗ്ഗാണ് ചിത്രക്കറിയാം. ഇത് കീമോ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കൺപീലി പോവും, നമ്മുടെ മുടി മുഴുവൻ പോവും, മുടി എല്ലാം പൊഴിഞ്ഞു പോവും. ഇത് വിഗ്ഗാണ്, അല്ലേ? ഇത് വിഗ്ഗാണ്. എനിക്കിത് ഇങ്ങനെ കാണിക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. ചേച്ചി അത് ഇടുവോ? അപ്പൊ ഇത്രയും വിഷമിച്ചിരിക്കുമ്പം ഈ കുഞ്ഞ് എന്നോട് വന്ന് പറയാം, അമ്മയുടെ മുടി എന്ത് ചെയ്യേ? ഞാൻ പറഞ്ഞ മോനെ, അമ്മയുടെ മുടി ഇങ്ങനെ ഒരു അസുഖം വന്ന് അമ്മയ്ക്ക് ഉവാവാ, അപ്പൊ അമ്മയുടെ മുടി ഡിസംബറിൽ വരും. അമ്മ ഇന്നും വന്ന് എന്നോട് ചോദിച്ചു, അമ്മയുടെ മുടി ഡിസംബറിൽ വരുമോ അമ്മ? ഞാൻ പറഞ്ഞു വരും മോനെ. ആ കുഞ്ഞിന് എന്നോട് സ്നേഹമുണ്ട്. ഏച്ച് വെച്ചാൽ മുഴച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ് പണ്ടുള്ളവരൊരു ചൊല്ല് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇപ്പം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന എല്ലാവർക്കും അറിയാം, മുടി പോകും, ശരീരം പോകും, ഇതെല്ലാം ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ആ ഒരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്ത് തിരിച്ചു വരിക. മനസ്സിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ധൈര്യം കൊടുക്കേണ്ടത്. ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സിയിൽ ചെന്ന് പെടാനും ഒരു വിവാദങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെയല്ല. ഇത് ഒരിക്കലും ഒരു ക്യാൻസർ പേഷ്യൻസും ചെയ്യാത്ത പരിപാടിയാണ് ഇപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഏതെങ്കിലും ഒരു വ്യക്തികളെ കാണിക്കാൻ പറ്റുമോ? മമതാ മോഹൻദാസിന് ക്യാൻസർ വന്നതാണ്, ഒരു സർവൈവറാണ്. എവിടെങ്കിലും വന്ന് ഇതുപോലുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാനോ എന്തിനവരുടെ വേദനകൾ പറയാനോ അവർ വന്ന് നിന്നിട്ടുണ്ടോ? എത്രയോ ആൾക്കാർ. ഇത് ആദ്യമായിട്ടാകട്ടെ ഇവർ ഇങ്ങനൊരാളെ ഞാൻ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സംഭവങ്ങൾ. ഇതിനകത്ത് ഇനി എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യ. കാര്യം ഈ ഒരു സ്ത്രീയുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ പോലും ഇവരത് മനസ്സിലാക്കാതെ വന്നത്. ഇവരുടെ കൂടെയുള്ള ഇവരുടെ വീട്ടുകാർ മനസ്സിലാക്കുന്നില്ലേ? ഇവരുടെ ചേച്ചിക്കൊന്നും ഇതിനൊന്നും ഒരു പ്രശ്നമില്ലേ? എന്തിനാണ് ഇവർക്ക് വീണ്ടും ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവർ ഇതിൽ നിന്നൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക. വെറുതെ വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുവാണ്. രേണുവിന് ക്യാൻസർ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. രേണുവിന് ക്യാൻസർ ഉണ്ട്. അത് രേണു കള്ളത്തരം പറയുക അങ്ങനെയൊന്നും അല്ല. നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. പക്ഷേ ഇത് കാണുന്ന ജനങ്ങൾ ഒരു പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടും. ഈ രേണുവിന് ഒരു ക്യാൻസറും ഇല്ല, അവൾ ചുമ്മാതെ വന്നിരുന്നിട്ട് കള്ളത്തരം പറയാന്നുള്ളൊരു സാഹചര്യത്തിലോട്ട് പോകും. ആ പയ്യനെ വലിച്ചിടുന്ന്, ആ പയ്യൻ്റെ ഫാമിലിയെ വലിച്ചിടുന്ന്, അവനെ സമൂഹത്തിൻ്റെ മുന്നിൽ പിന്നെയും കരിവാരി തേക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവൻ ബിഗ് ബോസിൽ പോവുകയോ അവൻ ബിസിനസ് നടത്തിയോ അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, അത് നിങ്ങളാരും ബാധിക്കുന്ന പ്രശ്നമല്ല. അവൻ എന്തെങ്കിലും ദ്രോഹത്തിന് വരുന്നോ? പിന്നെ അവൻ എന്തിനാണ് ഇതിനകത്തോട്ടൊക്കെ വലിച്ചിടുന്നത്? എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.